ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എന്താണ് മത്സരം? എന്താണ് പറയൂ. എന്താ പറയാ? അതാണ് ആകെ. OTT ഉണ്ട്, ഹിന്ദി ഉണ്ട്, തമിഴുണ്ട്, മലയാളമുണ്ട്, തെലുങ്കുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാർ ആക്കാം. അതായിരിക്കും അതിന്റെ പ്രഭാസ്. പ്രഭാസിനെ കിട്ടുന്നവർക്ക് വിജയം. അല്ല പിന്നെ ഹെഡ് എടുത്തോ, തുടങ്ങാല്ലേ? തല നിന്റെ കൂടെയാണ് കളിയാ. തല മാത്രമായിരിക്കും, തിരിവായിരിക്കും സംഭവിക്കാറുള്ളത്. അത് ഒറ്റ തിരിവുണ്ടാവും. ഹാൽ സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ 24 വീര ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഡയറക്ഷൻ അല്ലല്ലോ അല്ലെ, റൊമാൻസ്. ഇതിന്റെ പ്രൊഡ്യൂസർ ആട്ടോ. ഇതിന്റെ സംവിധായകനെ മാറ്റി അതിനുശേഷം പ്രൊഡ്യൂസർ തന്നെ രംഗത്ത് വന്ന് സംവിധാനം ചെയ്ത സിനിമയാണ്. എന്താണെങ്കിലും ഷെയ്ൻ നിഗമാണ് നായകനായിട്ട് വരുന്നത്. ഏപ്രിൽ 24. റൊമാൻറ്റിക് ഫിലിമാണ്. അടുത്ത കിഴി വിടാമുയർച്ചി സിനിമ OTTയിൽ വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് വരുന്നത്. മാർച്ച് 3 സിനിമ സ്ട്രീമിംഗ് തുടങ്ങും. വലിയൊരു തിയേറ്റർ റണ്ണ് കിട്ടാത്ത സിനിമയാണ്. അജിത് കുമാറിൻ്റെ സിനിമക്ക് കിട്ടേണ്ട ഒരു പവർ കിട്ടിയില്ല, ഇമ്പാക്ട് ഈ സിനിമ കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല ഒരുക്കിയതും. അതെ, ഇപ്പൊ പറഞ്ഞ ഓപ്ഷൻസിൽ OTT ഉണ്ടായിരുന്നു. OTT ഒഴിവാക്കിയാൽ നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അടിച്ച് താഴെ ഇട്ടേന്. അടുത്തത് ഡ്രാഗൺ സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ വേൾഡ് വൈഡ് 50.22 CR. പ്രദീപ് രംഗനാഥൻ ഒരു 1.5 മുതൽ വളർന്നു വരുന്ന മക്കളെ. വളർന്നു. നാളെ ഞങ്ങൾ കാണും. ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ തിയേറ്ററിലേക്ക് ഫൈനലി നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് ഈ സിനിമ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ നാളെ കാണണം എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാണും. അതെ, നമ്മൾ ചാവക്കും ഇതേപോലെ വെയിറ്റ് ചെയ്തതാ. ചാവ ഇവിടെ കൊണ്ടുവരില്ല. അതെ, അതാണ് ചത്താലും കൊണ്ടില്ല. ഫസ്റ്റത്തെ ഓപ്ഷൻ ആയിരുന്നെങ്കിൽ ആദ്യം തന്നെ തീരുമാനം അറിയായിരുന്നു. ഇതിപ്പോ 3-4 എത്തിക്കഴിഞ്ഞ് അറിയേണ്ടി വന്നു. സലാർ സിനിമ റിലീസിന് ഒരുങ്ങുന്നു. ഇത് പൃഥ്വിരാജ് മൂവിയാണല്ലോ അല്ലേ? അത് ശരി. അതാണ് പിന്നെ അതിനകത്ത് അത് നടക്കൂല. എന്തായാലും റിലീസ് ചെയ്യാണ്. മാർച്ച് 21 സിനിമ റിലീസ് ചെയ്യും. ഓക്കെ, എന്തിന്? അവര് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവുകയോ, അവര് കാണട്ടാ. നീ എന്തായാലും പോവില്ലല്ലോ. പിന്നെ ഇപ്പൊ ഒരു തവണ ഞാനത് അനുഭവിച്ചത്. അടുത്തത് ആ യൂണിവേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ടെന്നറിയാം. സാധാരണക്കാരെ പോലെ അല്ല ആരും സംസാരിക്കുക. അവിടെ ഭയങ്കര നീ അവനെ എന്ത് ചെയ്തു അങ്ങനെയൊക്കെ സംസാരിക്കണം. നീ അവൻ എന്ത് ചെയ്ത് എന്ന് ചോദിക്കാനുള്ളൂ. അല്ലേ? ശരിയാണ്. ഓരോ കഥാപാത്രങ്ങളും നിരത്തി ചോദിക്കുക. അടുത്തത് വീരധീര ശൂരൻ സിനിമയുടെ റിലീസ് ഡേറ്റ് കൺഫേംഡ് ആക്കിയിട്ടുണ്ട്. മാർച്ച് 27 തന്നെ. ചിന്തിക്കാനുള്ള സമയമുണ്ട്. മാറി ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കാം. ഇനി അതെ, മലയാളത്തിന് വേണ്ടിട്ട് വിക്രം ഒന്നൊഴുകി തന്നൂടെ. ആൾക്കറിയാം, ആളുടെ ഫാനല്ലടാ. അതെ, അല്ല ഞങ്ങൾക്ക് വേണ്ടിട്ടേ, ഞങ്ങൾക്ക് അവിടെ നല്ലൊരു റണ്ണ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു ആദ്യത്തെ 400 കൂടി അടിക്കണം. കൂടുതലൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. 1000-500 ഞങ്ങൾക്ക് അത്ര അഹങ്കാരമൊന്നും. ഒരു 400-490 അതൊക്കെ മതി. അല്ലേ? ഇപ്പൊ അപേക്ഷയുടെ രീതിയാണല്ലോ. ഇന്നൊക്കെ മാറ്റി പിടിക്കാം. അതെ, വേണമെന്നുണ്ടെങ്കിൽ മാറ്റി. അതാണ് എമ്പുരാന്റെ കൂടെ നിന്ന് ക്ലാഷ് വെച്ച് അടിയറ വെക്കേണ്ട കാര്യം വരും. അതിന് മുൻപേ ചിന്തിക്കാം. സംഭവം ശരിയാണ്. വിക്രം കേരളത്തിൽ നല്ല ഫാൻസ് ഉണ്ട്, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ മുട്ട് സൂചിയിടാനുള്ള സ്ഥലം കിട്ടൂല. ഉള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്ന് വേണ്ട. വേണമെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ അപ്പം തമിഴ്നാട് ഇവിടെ ആകെ 600 തിയേറ്റർ ഉണ്ട്. ഇവിടെ 10,000 തിയേറ്റർ ഉണ്ടെന്ന് നഷ്ടമാകുന്നത്. ചുമ്മാ പറഞ്ഞ കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇരുത്തി ചിന്തിച്ചു നോക്ക്. എന്തായാലും SU അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ചിറ്റ എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന
ആളുടെ അടുത്ത സിനിമയാണ്. യെസ്. ഓക്കെ, ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. രണ്ടും കൂടി. അതെ, പരാശക്തി. പരശക്തി. അതെ, പരസൗദ. അത് തന്നെയാണ്. അമ്പടി. ഓക്കെ, പരാശക്തി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. പരാശക്തി സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ ശ്രീലങ്കയിൽ വെച്ച് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ മെയില് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. ഇതിന്റെ ഫുൾ ഷൂട്ട് മെയ്യോടെ കൂടി വളരെ പെട്ടെന്ന് കേട്ടോ പരിപാടികളൊക്കെ തുടങ്ങാനായിരുന്നു. കുറച്ച് ഡിലേ ആയത്. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നല്ല ഡിലേ. അതായത് വലിയ താരങ്ങൾ മാറുന്നു, അതിന് പകരം വേറെ ആൾക്കാർ. എന്തായാലും ഇപ്പോഴും മോശം എന്നല്ല കേട്ടോ, ശിവകാർത്തികേയൻ വേറെ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ശിവകാർത്തികേയൻ നായകനാവുന്ന സിനിമയാണ്. വില്ലനായി വരുന്നത് രവി മോഹൻ. ആരാ മനസ്സിലായോ? ജയം രവി. അടുത്തത് ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ ടീസർ പുറത്തു വരുന്നുണ്ട്. ടീസറിന്റെ ഡ്യൂറേഷൻ 1 മിനിറ്റും 30 സെക്കൻഡും. ഫെബ്രുവരി 28-ന് ടീസർ പുറത്തു വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. കൺഫേം ആയിട്ടില്ല, നോക്കാം. അദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പൊളിക്കും നമ്മളത്. അതായത് വിടാമുയർച്ചയിലുണ്ടായ ആ ഒരു കച്ചവടല്ലേ, അത് നമ്മൾ ഇതിന്ന് പിടിച്ചെടുക്കും. അത് തീർച്ചയായിട്ടും. കാരണം അങ്ങനത്തെ ഒരു സാധനം വൈബ് സംഭവം ആയതുകൊണ്ടേ കുറച്ച് മറ്റേ ടൈം ട്രാവൽ പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂപ്പർ അങ്ങനെയാണല്ലോ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് പൊളിക്കും. ഏതിലേക്ക് എങ്ങനെയാ വരുന്നതെന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കേ, അടുത്തത് ഒറ്റ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ പ്രഭാസിന്റെ? പ്രഭാസ് ഒന്നുള്ളൂ സിനിമ ഉണ്ടായിരുന്നു, എന്തോ സിനിമ. എന്നിട്ട് ആ ഒരെണ്ണം മാത്രം. പ്രഭാസിന്റെ മുകളിൽ ഒരു ഐറ്റം തന്നാലോ? തന്നോ, നോക്കട്ടെ. ലാലേട്ടൻ എത്രയും വലുതായില്ലേ? ഇത്രയ്ക്കും വലുത് തരരുത് കേട്ടോ, കുറച്ച് ചെറുത് താട്ടെ. ലാലേട്ടനും വിപിൻ ദാസും ഒരുമിക്കുന്നു എന്നുള്ള ഒരു റൂമർ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അത് നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചന കിട്ടുന്നുണ്ട്. ആശീർവാദായിരിക്കും ഈ സിനിമ നിർമ്മിക്കുന്നത്. ഓക്കെ, ഒരു കോമഡി വൈബ് പരിപാടി ആയിരിക്കും, പിന്നെ കുറച്ച് മാസ് പരിപാടി ആയിരിക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. കോമഡി മാസും ഒക്കെ പോരട്ടെ ഇങ്ങോട്ട്. അടുത്തത് യഷിനെ വെച്ചാൽ മതിയായിരുന്നു. ടോക്സിക് സിനിമയുടെ ബഡ്ജറ്റ് 500 മുതൽ 650 കോടി വരെ ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് മുൻ നിശ്ചയിക്കപ്പെട്ട കോടികളിൽ നിന്ന് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. എന്താണെങ്കിലും ഷൂട്ട് ഇപ്പോൾ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, കന്നഡയിലും ഇംഗ്ലീഷിലും ആയിട്ട്. ഒരു ഇത്ര ഏക്കർ 100 ഏക്കർ മരം മുറിച്ചു, അപ്പൊ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് കുറച്ച് കോടികൾ പോയിട്ടുണ്ടാവും. അതെന്തായാലും ഗവൺമെന്റിലേക്ക് ഒരു ഇത്ര പൈസ കെട്ടേണ്ടി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെച്ചു പിടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും 100 എണ്ണം. എന്നിട്ട് വളർന്നു വന്ന് ഇത്രയും വലുതായിട്ട് മാത്രം എന്നിട്ട് സിനിമ റിലീസ് ചെയ്താൽ മതി. അയ്യോ. ഓക്കെ, അടുത്ത കിഴി കൂലി. ലോകേഷ് കനകരാജ് രജനികാന്ത് മൂവി. പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ആമിർ ഖാൻ, പിന്നെ നമ്മുടെ സ്വന്തം സൗബിൻ, ഒരുപാടുണ്ട്. എന്തായാലും സിനിമയുടെ ടീസർ വരുന്നുണ്ട്. ടീസർ 2 ഇത് വരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. രജനീകാന്തിന്റെ പോർഷൻസ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ പറയുന്നത്. ഓഗസ്റ്റോടെ തന്നെ, ഓഗസ്റ്റ് അല്ലെങ്കിൽ ദീപാവലി റിലീസായിട്ട് സിനിമ എത്തും. അതൊരു പൊളിയായിരിക്കും. ആമിർ ഖാന്റെ കൂടെ കോമ്പിനേഷൻ സീൻ ഉണ്ടെന്നാണ്. അതുണ്ട്. എന്താവും? അപ്പൊ അതും കഴിഞ്ഞു. ആമിർ ഖാൻ ബോളിവുഡിൽ നിന്ന്, ടോളിവുഡിൽ നിന്ന് നമ്മുടെ നാഗാർജുന, പിന്നെ മലയാളത്തിൽ നിന്ന് സൗബിൻ, പിന്നെ കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മുടെ നമ്മുടെ ഉപേന്ദ്ര. ഓക്കെ, അടുത്ത കിഴി എമ്പുരാൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു ക്യാരക്ടർ പോസ്റ്റർ. എന്റെ മോനെ, ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ നടക്കാൻ പോകുന്നില്ലാത്ത കാര്യത്തെ കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ടത്. എന്താണെങ്കിലും ഇത് കണ്ടപ്പോ ഒരു മനസ്സിനൊരു സുഖം. ഫാൻമെയ്ഡ് ആണെങ്കിൽ പോലും ഇതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. വേണ്ട പോസ്റ്ററിൽ വേണ്ട, നമുക്ക് സിനിമയിൽ കിട്ടിയാൽ മതി. എന്തായാലും അവസാനമായിട്ട് വരുന്നതേ, ഇപ്പോൾ നമ്മുടെ ലാലേട്ടനും പൃഥ്വിരാജിന് വരാനുണ്ട്. വന്ന് കഴിഞ്ഞിട്ട് ഒരാളും വരാനുണ്ട്.
അതെന്തായാലും ആ വ്യാളി പ്രിന്റിന്റെ ഷർട്ടിന്റെ ഉടമയായിരിക്കൂലേ? അതെ, ആയിരിക്കൂലേ? ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ റിക്യൂൺ തന്നെ ആര് വന്നാലും അണ്ണന്റെ തട്ട് താണ് തന്നെ ഇരിക്കും. അതിനകത്ത് ഒരു രക്ഷയില്ല. ഡോൺലി വരണം, വരണം, ഡോൺലി വരണം. വരുമായിരിക്കും, വരൂല. പ്രതീക്ഷയാണല്ലോ ജീവിതം. ഓക്കെ, അടുത്ത കിഴി പ്രേമലു. പ്രേമലു 2 കേട്ടോ. പ്രേമലു 2 സിനിമ ജൂണിൽ തുടങ്ങും എന്നുള്ളത് ഒഫീഷ്യലായിട്ട് ഭാവന സ്റ്റുഡിയോ കൺഫേം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പ്രേമലുവിനേക്കാൾ കൂടുതൽ ഫണ്ണായിരിക്കും ഈ സിനിമ എന്നുള്ളത് കൂടി ഡബിൾ ആണെന്ന് പറഞ്ഞു. ഡബിൾ. അതെ, എന്താണെങ്കിലും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പ്രേമലു 2. അതെ. അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.